നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ മെയ് മാസം 5-ാം തീയതിയാണ്, തിങ്കളാഴ്ച. നാളെ രാത്രി 10 മണി കഴിഞ്ഞ് 49 മിനിറ്റോടുകൂടി വ്യാഴം, അതായത് ദേവഗുരുവായ വ്യാഴവും വിദ്യാകാരകനായ ബുധനും ചേരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കർമ്മമേഖല നേട്ടമുണ്ടാകുന്നതാണ്, ധനപരമായി ഉയർച്ചയുണ്ടാകുന്നതാണ്, ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ എല്ലാവിധ കയ്പുനീരും കുടിച്ചിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം തുടങ്ങുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ മേന്മയുണ്ടാകുന്നതാണ്, കലഹങ്ങൾ ഒഴിയും, ദാമ്പത്യ ജീവിതം സുഖകരമായി സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതാണ്. കൂടാതെ വ്യാപാരി വ്യവസായികൾക്കും നല്ല സമയത്തിൻ്റെ ആരംഭമാകാൻ പോകുന്നു. പല വിധത്തിലുള്ള മാറ്റങ്ങളും നാളെ മുതൽ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നു. ജീവിതം കരപിടിക്കാൻ പോകുന്നു, പച്ചപിടിക്കാൻ പോകുന്നു എന്നൊക്കെ പറയാൻ കഴിയുന്ന സമയമാണ് നാളെ മുതൽ ആരംഭമാകാൻ പോകുന്നത്. കാരണം ദേവഗുരുവായ വ്യാഴമാണ് ഇവിടെ ഉച്ചസ്ഥായിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായി വളരെയധികം സ്വാധീനം ഈ ഗ്രഹങ്ങളിൽ നിന്ന്, വ്യാഴത്തിൽ നിന്നും ബുധനിൽ നിന്ന് ഈ 9 നക്ഷത്രക്കാർക്ക് ലഭിച്ചു തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫലമായി വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നതിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് കർമ്മമേഖലാ നേട്ടം എടുത്തു പറയേണ്ടതാണ്. ധനപരമായ മാറ്റം, ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വന്നു ഭവിക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക്, നിങ്ങളുടെ മേഖല കർമ്മമേഖല ബിസിനസ്സാണല്ലോ, അപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് ധാരാളം വരുമാന മാർഗങ്ങൾ, ലാഭം, നേട്ടം, ഐശ്വര്യം ഒക്കെയും വന്ന് ഭവിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ദേവഗുരുവായ വ്യാഴവും വിദ്യാകാരകനായ ബുധനും ഇവിടെ ഒന്നിക്കുന്നതിൻ്റെ ഫലമായി നാളെ മെയ് മാസം 5-ാം തീയതി മുതൽ നേട്ടങ്ങൾ തുടങ്ങുന്ന 9 നക്ഷത്രക്കാരുണ്ട്. അപ്പോൾ ഈ 9 നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരാൻ പോകുന്നതെന്നും അവർ ചെയ്യേണ്ടതായ കുറച്ച് നേർച്ചകളെക്കുറിച്ച് അല്ലെങ്കിൽ ക്ഷേത്ര ദർശനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാം ഇന്നത്തെ വീഡിയോയിലൂടെ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. ദേവഗുരുവായ വ്യാഴവും വിദ്യാകാരകനായ ബുധനും ഒന്നിക്കുന്നതിൻ്റെ ഫലമായി നേട്ടങ്ങൾ തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങളാണ്. പല വിധത്തിലുള്ള മാറ്റങ്ങൾ നാളെ മെയ് മാസം 5-ാം തീയതി തിങ്കളാഴ്ച മുതൽ ഈ നക്ഷത്രക്കാർക്ക് വന്നു ഭവിക്കാൻ തുടങ്ങുകയാണ്. ഗുണകരമായ പല വിധേന മാറ്റങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതം കടന്നു പോകാൻ തുടങ്ങുകയാണ് നാളത്തെ ദിവസം മുതൽ. അതിലെടുത്തു പറയേണ്ടത് സാമ്പത്തികമായ നേട്ടങ്ങളാണ്. കിട്ടാക്കടങ്ങൾ, അതായത് ധനം കൊടുത്തിട്ട് അത് തിരികെ കിട്ടാതെ ഒരുപാട് നാളായി, അതും വലിയ വലിയ തുകകൾ തിരിച്ചു കിട്ടാതെ പോയിട്ടുണ്ട്. അത് കേസും വഴക്കും ബഹളവും ഒക്കെയായി നടക്കുന്നവർ അതും ധാരാളം. അപ്പോൾ അങ്ങനെയുള്ള തുകകൾ ലഭിക്കാൻ, അതായത് തിരിച്ചു ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കാൻ അല്ലെങ്കിൽ ലഭിക്കാൻ തുടങ്ങുന്ന സമയമാണ് നാളെ മുതൽ വ്യാഴവും ബുധനും ഒന്നിക്കുന്നതിൻ്റെ ഫലമായി അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് വന്ന് ഭവിക്കാൻ തുടങ്ങുന്നത്. അതേപോലെ പ്രണയ ജീവിതത്തിൽ എന്തെങ്കിലും വിധേനയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങുന്നതാണ്. പരീക്ഷകളിൽ വിജയം, അതും ഉന്നത വിജയം കരസ്ഥമാക്കാനായി അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരായ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. ഭാഗ്യം നിങ്ങളുടെ പടിവാതിലിൽ എത്താൻ പോകുന്നു എന്ന് സാരം. അപ്പോൾ കാര്യവിജയമുണ്ടാകുന്നതാണ്. ഇനി ഏത് കാര്യത്തിനും സംശയിച്ച് നിൽക്കേണ്ട ആവശ്യകത വരുന്നില്ല. ഇവിടെ വളരെയധികം നേട്ടം വിദ്യാർത്ഥികൾക്കാണ് വരാൻ പോകുന്നത്. അതുകൂടാതെ ദേവഗുരുവായ വ്യാഴവും വിദ്യാകാരകനായ ബുധനും ഒന്നിക്കുന്നത് വളരെയധികം മേന്മ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരായ എല്ലാ ആളുകൾക്കും പ്രായഭേദമന്യേ എല്ലാവരിലേക്കും എത്തുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ നടത്തേണ്ടതായ അല്ലെങ്കിൽ ചെയ്യേണ്ടതായ കുറച്ച് വഴിപാടുകൾ കൂടി പറഞ്ഞു തരാം. അടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക. ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ലക്ഷ്മി പൂജ നടത്തുന്നത് ഉത്തമമാണ്. അതുകൂടാതെ ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ലളിതാ സഹസ്രനാമം വീട്ടിലിരുന്ന് തന്നെ ജപിക്കുക. അത് വളരെയേറെ ഗുണങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്ന എല്ലാവിധ ക്ലേശങ്ങളും മാറി സാമ്പത്തികമായ ഉന്നതി, എല്ലാ കാര്യങ്ങളിലും ഉന്നതമായ വിജയം കരസ്ഥമാക്കുന്നതിനൊക്കെ നിങ്ങളെ സഹായിക്കുന്നതാണ്. വളരെ നല്ല സമയമാണ് നാളെ മുതൽ ആരംഭമാകാനായി പോകുന്നത്.
ദേവഗുരുവായ വ്യാഴവും വിദ്യാകാരകനായ ബുധനും ഒന്നിക്കുന്നതിൻ്റെ ഫലമായി നേട്ടങ്ങൾ തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രങ്ങൾ മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രങ്ങളാണ്. പല വിധത്തിലും മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ആരംഭിക്കാനുള്ള ഭാഗ്യമാണ് ഇവിടെ മെയ് മാസം 5-ാം തീയതി മുതൽ ഈ നക്ഷത്രക്കാർക്ക്, മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് വന്നു ഭവിക്കുന്നത്. വിജയത്തിലേക്ക് എത്താനുള്ള പാത നിങ്ങളുടെ മുന്നിൽ സുഗമമാകുന്ന സമയം ആരംഭമാകാൻ പോകുന്നു. കുടുംബത്തിൽ സന്തോഷത്തോടെ സമയം ചിലവഴിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ടാവുകയാണ്. നിങ്ങളെ ബാധിച്ചിരുന്ന പലവിധേനയുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം സ്വയമേവ വന്നു ചേരുന്നതാണ്. ജോലിയുടെ കാര്യത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, അതായത് കർമ്മമേഖല, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവിടെ നിൽക്കുന്ന പ്രശ്നങ്ങൾ, കൂടാതെ ജോലിയില്ലാതെ, അതായത് ഏത് ജോലിക്ക് ഇറങ്ങി പുറപ്പെട്ടാലും തടസ്സം, ജോലിയില്ല, ഒരു സ്ഥിര വരുമാന മാർഗം മുന്നിൽ തെളിയുന്നില്ല എന്ന് വിഷമിക്കുന്ന ആളുകൾക്ക് കൂടി ഇവിടെ ബുധനും വ്യാഴവും അനുകൂലത്തിൽ വരുന്നതിൻ്റെ ഫലമായി നാളെ മുതൽ മാറ്റമുണ്ടാകാൻ പോവുകയാണ്. നേതൃത്വ പാടവം അല്ലെങ്കിൽ നേതൃത്വ ഗുണം മുന്നിൽ തെളിയുകയാണ്. അതായത് ഒരു 10 പേരെ ലീഡർഷിപ്പോടുകൂടി, അതായത് ലീഡ് ചെയ്തു പോകാൻ തക്കവണ്ണമുള്ള ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതേപോലെ തന്നെ ആഗ്രഹങ്ങൾക്ക് നേട്ടങ്ങൾ ഒക്കെ വന്നു ഭവിക്കാൻ പോകും. ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും വിജയീഭവിക്കുന്നതാണ്. അതായത് വിജയം അകലെയായിരുന്ന അവസ്ഥ മാറി വിജയം കൈപ്പിടിയിലാകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് എത്തുന്ന സമയം കൂടി ഇവിടെ നാളെ മുതൽ തുടങ്ങുകയാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നേട്ടം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത്. നിങ്ങളുടെ മുന്നിൽ ഒരു ബാലികേറ മലയായി നിന്നിരുന്ന പല കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് ചെയ്ത് എടുക്കുവാൻ സാധിക്കും എന്നത് നാളെ മുതലുള്ള ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ വഴിപാട് കൂടി പറഞ്ഞു തരാം. നിങ്ങൾ ചൊവ്വാഴ്ച വ്രതം എടുക്കുകയാണെങ്കിൽ അത് ഉത്തമമായ ഫലങ്ങൾ നൽകുന്നതാണ്. കൂടാതെ സർപ്പപ്രീതി വരുത്താൻ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നത് ഉത്തമമാണ്. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമമാണ്. ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധ ക്ലേശങ്ങളും ഒഴിഞ്ഞു പോകുന്നതിനും ഈ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. അതായത് ചൊവ്വാഴ്ച വ്രതം എടുക്കുക. കൂടാതെ സർപ്പ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെയും ആയില്യ ദിവസത്തിൽ ക്ഷേത്രദർശനം നടത്തുക. അതേപോലെ മഞ്ഞപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലയ്ക്കുഴിഞ്ഞ് വെച്ച് ആ നടയിൽ വെച്ച് പ്രാർത്ഥിക്കുക. നമ്മളോ നമ്മളുടെ പൂർവികരോ ആയ ആളുകൾ അറിഞ്ഞോ അറിയാതെയോ സർപ്പദൈവങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഹാനി വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്നെയും എൻ്റെ തലമുറകളെയും, അതായത് ഒരു തലമുറയെന്നല്ല, ഇനി വരാൻ പോകുന്ന എല്ലാ തലമുറകൾക്കും അതിൽ നിന്നൊരു മോചനം ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഇത് ചെയ്യുക. കൂടാതെ വിഷ്ണു സഹസ്രനാമം അത് വീട്ടിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ജപിക്കുക. അത് ഇന്നല്ല, എത്ര കാലം നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അത് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുമെന്ന്. അത് ഏത് നല്ല സമയത്തിലായാലും ദോഷ സമയത്തിലായാലും നിങ്ങൾക്ക് ഒരേപോലെ ഗുണകരമായ ഫലങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ വളരെ നല്ല സമയം നാളെ മുതൽ തുടങ്ങുകയാണ്. വ്യാഴവും ബുധനും ഒന്നിക്കുന്നതിൻ്റെ ഫലമായി നാളെ മുതൽ ഭാഗ്യം തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രങ്ങൾ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ്. പല നേട്ടങ്ങളും നാളെ മുതൽ ആരംഭമാകാൻ പോവുകയാണ്. ഉയർന്ന ഉദ്യോഗ ലബ്ധിക്കുള്ള ഭാഗ്യം കൂടി നാളെ മുതൽ തുടങ്ങുന്നുണ്ട്. പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ, അത് വിവാഹ സംബന്ധമായിട്ടോ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം, അങ്ങനെ പല കാര്യങ്ങൾ, പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കും നാളെ മുതൽ തുടക്കമാകാൻ പോവുകയാണ്. പല പ്രധാന തീരുമാനങ്ങളും എടുക്കേണ്ടതായ സമയം കൂടി വരികയാണ്. ആരോഗ്യപരമായി, അതായത് പൂർണ്ണ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ആരോഗ്യകരമായി നിങ്ങളെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതാണ്. മികച്ച രീതിയിലുള്ളൊരു സാമ്പത്തിക ചുറ്റുപാട് നിങ്ങളിലേക്ക് എത്തപ്പെടുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തെ മറിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളാണ് ഇവിടെ ദേവഗുരുവായ വ്യാഴവും വിദ്യാകാരകനായ ബുധനും ഒന്നിക്കുന്നതിൻ്റെ ഫലമായി വന്നു ചേരാൻ പോകുന്നത് നാളെ മുതൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ 1-2 വഴിപാടുകൾ കൂടി പറഞ്ഞു തരാം. നിങ്ങൾ ഞായറാഴ്ച വ്രതം എടുക്കുകയാണെങ്കിൽ അത് ഉത്തമമായ ഫലങ്ങളെ നൽകുന്നതാണ്. കൂടാതെ അന്നദാനം നടത്തുകയാണെങ്കിൽ, അത് നമ്മുടെ കയ്യിൽ അതിനുള്ള വലിയ തുകയില്ലാത്ത പക്ഷം ചില ക്ഷേത്രങ്ങളിലൊക്കെ അന്നദാനം നടത്തുന്നുള്ളപ്പോൾ അവിടെ നമ്മളാൽ കഴിയുന്ന ഒരു 100, 200, 500 ഏതെങ്കിലും ഒരു അല്പം തുക കൊടുത്ത് അതിനകത്തൊരു ഭാഗമാകുക. പിന്നീട് നല്ല ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിനനുസരിച്ച്, അപ്പോൾ നിങ്ങളുടെ ധനത്തിനനുസരിച്ചുള്ള രീതിയിലേക്ക് നിങ്ങൾ
എന്തും അപ്പോൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള സമ്പത്തിനനുസരിച്ച് അതിലേക്ക് ഒരു 100, 200, 500 രൂപ കൊടുത്ത് ഒന്ന് ഭാഗമായി അവിടെ അന്നദാനം നടത്തുന്ന വേളയിൽ അതിൽ നിന്ന് അല്പം നിങ്ങൾ കഴിക്കുകയും വേണം. അപ്പോൾ രാവിലെ കഞ്ഞി സദ്യ കാണും, ഉച്ചയ്ക്ക് ചോറ്, അങ്ങനെ പല രീതിയിലായിരിക്കുമല്ലോ അന്നദാനം നടത്തുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ നിങ്ങളുടെ ധനം നൽകുക മാത്രമല്ല, അതിൽ നിന്ന് അല്പം കഴിക്കാനും ഉള്ള ശ്രമം ഉണ്ടാകേണ്ടതാണ്. കൂടാതെ നിങ്ങൾ അടുത്ത് വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ധനത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അതുകൊണ്ടാണ് കൃത്യമായി മറ്റൊരു വഴിപാടുകളെക്കുറിച്ച് പറയാത്തത്. കാരണം നമ്മളുടെ ഇപ്പോഴത്തുള്ള ധനസ്ഥിതിക്കനുസരിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനയാണ്, നിങ്ങളുടെ മനസ്സുകൊണ്ടുള്ള അർച്ചനയാണ് ഭഗവാന് ആവശ്യം. അപ്പോൾ നിങ്ങൾ അടുത്ത് വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക. കൂടാതെ സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത് അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വളരെ നല്ല സമയമായതിനാൽ തന്നെ അനുകൂലമായ കാര്യങ്ങൾ എത്തും. എങ്കിലും നമ്മൾ ചെയ്യേണ്ടതായ പ്രാർത്ഥനകൾ ചെയ്യുകയാണെങ്കിൽ ഇരട്ടി, ഈ പറഞ്ഞ കാര്യങ്ങളിലും അപ്പുറം ഇരട്ടി നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥനകൾ ദിവസവും നമ്മൾ ശ്വാസമെടുക്കാൻ മറക്കാറുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞതുപോലെ എപ്പോഴും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന മാത്രമാണ് ഇന്നത്തെ കാലത്ത് ഏക കൂട്ട് നമ്മൾക്ക് ഒരു തുണ എന്ന് പറയും. മറ്റുള്ള ഒരാളും നമ്മൾക്ക് കൂട്ടുണ്ടാകും എന്ന് പറയാൻ കഴിയില്ല. പ്രാർത്ഥന, ദൈവാധീനം, ദൈവത്തിൻ്റെ ആ ഒരു ചൈതന്യം, ഈശ്വരാധീനം, ഇതൊക്കെയാണ് നമ്മൾക്ക് എപ്പോഴും താങ്ങായി തണലായി ഏത് ഇരുട്ടിലും ഏത് ദുഃഖത്തിലും ഏത് വെളിച്ചത്തിലും നമ്മൾക്കൊപ്പം ഉണ്ടാകുന്നത്. അപ്പോൾ വളരെ നല്ല സമയമാണ് ആരംഭമാകാൻ പോകുന്നത്. പ്രാർത്ഥനയോടുകൂടി ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക. നന്ദി.